നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാര് ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് മിക്ക ആൾക്കാരും ഒരു 50% കൂടുതൽ ആൾക്കാര് ജോലിക്ക് പോയിക്കൊണ്ട് PSC പഠിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. അപ്പൊ എനിക്ക് അങ്ങനെ പഠിച്ച് സർക്കാർ ജോലി നേടാൻ ആയെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോകുന്ന ഓരോ വ്യക്തികൾക്കും സർക്കാർ ജോലി നേടാൻ ആകും. അതിനുള്ള ഒരു സീക്രട്ട് ടൈം ടേബിൾ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോലി കളയാതെ തന്നെ എങ്ങനെ PSC നേടിയെടുക്കാം. തുടങ്ങിയാലോ? ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമയക്കുറവാണ്. സമയക്കുറവ്, പിന്നെ ജോലിയിലെ ഭാരം, ടെൻഷൻ, ഇതൊക്കെ നിങ്ങളെ അലട്ടുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനിപ്പോ ജോലിക്ക് പൊക്കോണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിലെ തോട്ട് എന്ന് പറയുന്നത്, എനിക്ക് കുറച്ച് സമയം കിട്ടുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർക്കോ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാര് മുഴുവൻ സമയവും പഠിക്കുകയല്ലേ. അപ്പൊ ഞാൻ ഈ ജോലിക്ക് പോയി കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് പഠിച്ച് എടുക്കുന്നത് അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. പിള്ളേരെ, ആ ചിന്ത വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാര് ഇവർക്ക് ഒരുപാട് സമയം കിട്ടുമെങ്കിലും അവര് പഠിക്കുന്ന 10 മുതൽ 12 മണിക്കൂർ സമയം നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് സ്ട്രഗിളിന്റെ വില അറിയാം, നിങ്ങൾക്ക് സമയത്തിന്റെ വില അറിയാം. ഒരു സമയം പോലും നിങ്ങൾ കളയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ഞാൻ ജോലിക്ക് പോയി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജോലിക്ക് പോകുമ്പോൾ ഞാൻ എന്റെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിൽ ഞാൻ ആ ഒരു വർക്ക് ചെയ്യാണ്. പക്ഷെ എന്നിരുന്നാലും എന്റെ ചെവിയിൽ എപ്പോഴും ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. ക്ലാസ്സുകൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എനിക്ക് ജോലിയുടെ ഇടവേളകളിൽ കേട്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകൾ, GK ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും ഞാൻ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. പിന്നെ ഇന്റർവെൽ സമയത്ത് അല്ലെങ്കിൽ ഇടവേളകളിൽ ഞാൻ നോട്ട് എഴുതിയെടുക്കും. എത്രത്തോളം ബണ്ടിൽസ് ഓഫ് നോട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ജോലി കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ അത് നിധി പോലെ കൊണ്ടു നടക്കുന്ന നോട്ടുകളാണ്, എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നോട്ടുകളാണ്. അപ്പൊ ജോലിക്ക് പോയി പഠിക്കുന്ന ആൾക്കാര് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളെ കൊണ്ട് പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റും. അതിന് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരട്ടെ. അപ്പൊ ജോലിക്ക് പോയി പഠിക്കുന്ന ആൾക്കാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്തായാലും നിങ്ങൾക്ക് സർക്കാർ ജോലി തന്നെ നേടിയെടുക്കാൻ പറ്റും. കാരണം സർക്കാർ ജോലിയുടെ വില എത്രയാണെന്ന് അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സിലബസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സിലബസിലെ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് PSC കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്, കോർ ഏരിയാസ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പിന്നെ സമയം തികയാത്ത ഒരു കാര്യമാണ് നോട്ട് എഴുതിയെടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാനൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, LDCയുടെ ബാച്ച്. ഞാനൊരു LDC ആണേ. അപ്പൊ LDC ജോലി നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ട് ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ടുകളും എല്ലാം ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ബക്രീദിന്റെ ഓഫർ കൊണ്ട് June 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ടീമുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അവരുടെ നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് 100% പ്രാക്ടിക്കലായ ജോലി കളയാതെ തന്നെ PSC റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്കിൽ തന്നെ ഇടം നേടാൻ സഹായിക്കുന്ന ആ ഒരു സീക്രട്ട് ടൈം ടേബിളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോകരുതേ. ബക്രീദ് ഓഫറും മറക്കരുത്. ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാം കമ്പനി LGS, VFA, BEFCO, LD, വേരിയസ് LGS, എല്ലാ യൂണിഫോം പോസ്റ്റ്, എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കൊക്കെ ഇപ്പൊ 10% ഓഫ് ലഭ്യമാണ്. അപ്പൊ ടൈം ടേബിളിലേക്ക് പോയാലോ? നിങ്ങളുടെ സമയത്തെ, ഒരു ദിവസത്തെ ഞാൻ 3 ആയിട്ട് അങ്ങ് തരംതിരിക്കുക. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് മോർണിംഗ് സെഷൻ ആണ്. അപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാര് ഒരു 8:30 അല്ലെങ്കിൽ 8 മണിയോ ഒക്കെ ആവുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്ന് കരുതുക. സാധാരണ എങ്ങനെയാണല്ലോ, നമുക്ക് ഇപ്പൊ 9 മണിക്കൊക്കെ ജോലിക്ക് കയറേണ്ടി വരും. അപ്പൊ നമ്മൾ 8 മണിയൊക്കെ ആവുമ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ നിങ്ങൾ രാവിലെ കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. രാവിലത്തെ ഉറക്കമൊക്കെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. കാരണം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരാവുമ്പം കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുക.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഇല്ലാത്ത സമയം നിങ്ങൾ കണ്ടെത്തണം. ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഉള്ള ആ ഒരു ലക്ഷ്യം, സർക്കാർ ജോലി എന്നുള്ള ലക്ഷ്യം കുറച്ച് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. രാവിലെ എണീറ്റ് ഒരു 4:30 ആകുമ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കാൻ വേണ്ടി നോക്കാം. കഴിവതും 4:30 ആകുമ്പോൾ പഠിക്കാൻ വേണ്ടി നോക്കാം. ആ ഒരു സമയം 4:30 മുതൽ 6:30 വരെയുള്ള 2 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളുടെ ഗോൾഡൻ അവേഴ്സ് ആക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. കാരണം ആ സമയത്ത് വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ സ്ട്രെസ്സോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ടൈമാണ് 4:30 മുതൽ 6:30 വരെയുള്ള ആ ഒരു 2 അവേഴ്സ്, നിങ്ങളുടെ ഗോൾഡൻ അവേഴ്സ്. ആ സമയത്ത് നിങ്ങൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കുന്ന കാര്യങ്ങളില്ലേ, മാത്സ് ആകാം, ഇംഗ്ലീഷ് ആകാം, സയൻസ് ആകാം, ഇതൊക്കെ ആ സമയത്ത് ഈ ഒരു 2 മണിക്കൂറിൽ കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ വീട്ടിൽ ഇരുന്ന് ഇത്രയും സമയമെടുത്ത് പഠിക്കുന്ന ആൾക്കാര് വിനിയോഗിക്കുന്ന ആ ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിന് തുല്യമാണ് നിങ്ങളുടെ ആ ഒരു 2 മണിക്കൂർ. നിങ്ങളൊന്ന് പഠിച്ചു നോക്ക് പിള്ളേരെ, കിഡിലൻ ടൈമാണ്. കിഡിലൻ ടൈമാണ്. ഞാൻ എന്റെ അനുഭവത്തിന് വിളിച്ചിട്ട് പറയാം, കിഡിലൻ ടൈമാണ് ഈ ഒരു 4:30 6:30 ടൈം. ഇതിന്റെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ എസ് എന്നൊന്ന് പറയണേ. ഞാൻ നമ്മുടെ ഹർഷിത എഡ്യൂടെക്കിന്റെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 4:30 മുതൽ 6:30 വരെയുള്ള ടൈം നിങ്ങളുടെ മോർണിംഗ് സെഷൻ ആയിട്ട് എടുക്കുവോ? നാളെ മുതൽ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ ജൂൺ 1 മുതൽ നമുക്ക് കിടിലമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് ആണേ. അപ്പൊ നിങ്ങൾക്ക് പാടുള്ള വിഷയം ആ സമയത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. തലയിൽ കയറുന്ന ടൈമാണ് ഈ ഒരു മോർണിംഗ് സെഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ടൈം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് ട്രാവലിംഗ് സമയത്തും ബ്രേക്ക് ടൈമിലും ആണ്. അപ്പൊ നിങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ആ ഒരു സമയം നന്നായിട്ട് വിനിയോഗിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് പോവായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹർഷിത എഡ്യൂടെക് ആപ്പ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആപ്പിലെ ക്ലാസ് തന്നെ കേട്ടോണ്ട് പോവാം. ഓക്കെ, ഞാൻ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഒരു ദിവസം ഇത്ര പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പൊ ഒരു ദിവസത്തെ നിങ്ങൾക്ക് ചിട്ടയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ഇപ്പൊ LDC ബാച്ച് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ മാത്രമേ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അത് ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും ബ്രേക്ക് ടൈമിലായാലും അത് കണ്ടെത്തി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ബ്രേക്ക് ടൈമിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള ചിറ്റാറ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പൊ ജോലി സ്ഥലത്തേക്കുള്ള യാത്ര, അതുപോലെ ലഞ്ച് ബ്രേക്ക്, ഈ ടൈം പരമാവധി വിനിയോഗിക്കുക. സമയം വെറുതെ റീൽസ് കണ്ട് കളയാൻ പാടില്ല. ഇപ്പൊ റീൽസ് ആ ഇടുന്ന ആൾക്കാർക്ക് ഉപയോഗമുണ്ടാകും, കാണുന്ന നിങ്ങൾക്കോ സമയം കൊല്ലിയാണേ. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ കാണുക. കറണ്ട് അഫയേഴ്സ് വായിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, എങ്ങനെ വേണോ ആ ബ്രേക്ക് ടൈം അല്ലെങ്കിൽ ട്രാവലിംഗ് ടൈം നിങ്ങൾ പരമാവധി വിനിയോഗിക്കുക. ഇയർഫോൺ വെച്ച് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ കാണാം, വോയിസ് നോട്ടുകൾ കേൾക്കാം. ദിവസവും ഈ 1 മണിക്കൂർ, അപ്പൊ രാവിലെ 2 മണിക്കൂർ മാറ്റി ഇപ്പൊ 1 മണിക്കൂർ 3 മണിക്കൂറായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ GK പോർഷന്റെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ആ ഒരു ചേഞ്ച് നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ കേട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല, അടുത്തയിലേക്ക് സ്കിപ്പായി പോകും. അങ്ങനെയല്ല, ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. അടുത്ത ടൈം എന്ന് പറയുന്നത് നൈറ്റ് സെഷൻ ആണ്. ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി 8:30 തൊട്ടൊരു 10 മണി വരെ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കിട്ടത്തില്ലേ? അപ്പൊ രാവിലെ 2 മണിക്കൂർ കിട്ടി. ഇടയ്ക്ക് 1 മണിക്കൂറേ ഞാൻ പറയുന്നുള്ളൂ, അത് മാറ്റി വെക്കാൻ പറ്റുമോ? പിന്നെ രാത്രി 1.5 മണിക്കൂർ, അപ്പൊ 2, 3, 4, 4.5, 5 മണിക്കൂർ സുഖമായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റും. വിശ്വാസം വരുന്നുണ്ടോ പറയുന്നത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോ ഈ ഒരു 1.5 മണിക്കൂർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും രാവിലെ പഠിച്ച കാര്യം ഒന്ന് റിവിഷൻ അടിക്കാൻ വേണ്ടി നോക്കാമോ? ആ 1.5 മണിക്കൂറും റിവിഷൻ അടിച്ചില്ലെങ്കിൽ കൂടി ഒരു 1/2 മണിക്കൂർ 8:30 തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് നിങ്ങളൊന്ന് റിവിഷൻ അടിക്കുക. പിന്നെ 1 മണിക്കൂർ നിങ്ങൾക്കൊരു PYQം റിലേറ്റഡ് ഫാക്റ്റും പഠിക്കാൻ പറ്റുമോ? എന്നാ വളരെ നല്ലത്. അപ്പൊ മോർണിംഗ് സെഷനായി, ബ്രേക്ക് ടൈമായി, നൈറ്റ് സെഷനായി, ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കേട്ടോ ആ ഒരു സമയം ലളിതമായ ഒരു മാറ്റമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഒരു 4.5 മണിക്കൂർ വരെ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇനിയും ജോലിക്ക് പോയി എനിക്ക് സമയമില്ല എന്ന് പരാതി പറയുന്നവരോടാണ്. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും മടിക്കരുത്. ഏത് സാഹചര്യത്തിലും
എത്ര ബുദ്ധിമുട്ടിയും നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങി വരും. നിങ്ങൾ അങ്ങ് ഇറങ്ങുക. ഒന്നും ലേറ്റ് ആയിട്ടില്ല. നിങ്ങളിപ്പോ നാളെ തുടങ്ങിയാൽ മതി. ഇന്ന് തുടങ്ങിയാൽ ഏറ്റവും നല്ലത്. വീണ്ടും നാളെ 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 എന്ന് പറഞ്ഞു പോകരുത്. ആ തുടങ്ങാനുള്ള മനസ്സ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. താമസിച്ചാലും ഒരിക്കലും ഇല്ലാതെ ഇരിക്കരുത്. ഓക്കെ, ലക്ഷ്യം പ്രായം ഒരു പ്രശ്നമല്ല. ഇപ്പൊ PSC ആയാലും പ്രായപരിധി കൂട്ടി നിങ്ങൾക്ക് കൺസെഷൻ തന്നിട്ടുണ്ട്. പ്രായം അപ്പൊ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അത് നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ശനി ഞായർ എന്ന് പറയുന്നത് നിങ്ങളുടെ കിടിലൻ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരമാവധി ഇപ്പൊ അടിച്ചു പൊളിച്ച് നടക്കാതെ, സിനിമയ്ക്കൊന്നും പോയി അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോയി ട്രിപ്പ് അടിച്ച് നടക്കാതെ ആ 2 ദിവസം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ശനിയും ഞായറും അടിച്ചോളാം. പിന്നെ പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഇംഗ്ലീഷോ മലയാളമോ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ശനിയും ഞായറും, ഇപ്പൊ ശനിയാഴ്ച ഫുള്ള് നിങ്ങൾ ഇതുപോലെ ലാംഗ്വേജിനോ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാനോ ഒക്കെ ഉപയോഗിച്ചാലും ഞായറാഴ്ച ഒരു കുറച്ച് സമയമെങ്കിലും, അപ്പൊ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയമെങ്കിലും തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കണേ. പലരും ചെയ്യാത്ത കാര്യമാണത്. അത് ഞാൻ ചെയ്യുമായിരുന്നു, കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു. റിവിഷൻ അടിക്കുക. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്താനാണ് ആൾക്കാർ നോക്കുന്നത്. പഴയതിനെ അങ്ങ് കളയും. അത് പാടില്ല. പഴയ കാര്യങ്ങള് നമ്മുടെ മൈൻഡിന് ഒന്നൊരു ട്യൂണിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു റീചാർജ് കൊടുക്കണം. എന്നാൽ മാത്രമേ മനസ്സ് ഇങ്ങനെ ഓർത്തെടുക്കത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ റിവിഷൻ അടിക്കുക. സെറ്റാണ്. റിവിഷൻ അടിച്ച് നിങ്ങൾ പോയി അതുപോലെ മോക്ക് ടെസ്റ്റ് എഴുതി പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു. ചുമ്മാ വാരിക്കോരി പഠിച്ചിട്ട് കാര്യമില്ല. PSC ചോദിക്കുന്ന ഏരിയാസ് അറിഞ്ഞ് തന്നെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. എന്നാൽ മാത്രമേ ആ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഈ ടോപ്പിക് പഠിച്ചു പക്ഷെ ഞാൻ പഠിച്ച ഒന്നുമേ വന്നില്ല, അതിനേക്കുള്ള കാര്യം എന്താ അറിയോ? PSC ചോദിക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. അല്ലാതെ ആവശ്യമില്ലാതെ കുറേ ഫാക്ട്സ് ഉണ്ട്, അതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അതിനാണ് ഈ PYQs വർക്ക്ഔട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും കുറെ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റാണ്. നിങ്ങൾ ഡ്രീം ചെയ്യുക, ബിലീവ് ചെയ്യുക, അച്ചീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് എല്ലാ പിന്തുണയുമായിട്ട്, ഒരു മാർഗദർശിയായിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ഹർഷിതം എജുടെക് എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ പുതിയ ബാച്ച് LDC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ജൂൺ 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെറ്റാണ്. അപ്പോൾ ജോലി വാങ്ങാൻ നിങ്ങൾ റെഡിയല്ലേ? ഗോഡ് ബ്ലസ് യു ഓൾ. യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുക, അത് നേടിയെടുക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.